ബേബി ബേബി എന്താടാ ബേബി തുറന്നേടാ. ആ പോ. അതല്ല, ഇതെനിക്ക് വേണ്ടി വിട്ടിയതല്ല. ദേ നോക്കിയേ, ഇന്നലെ എന്താണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നെ വെളുപ്പിനെ കിടക്കപ്പായി വന്ന് പൊക്കി. പരിഞ്ഞപ്പനെ നമുക്ക് ആവശ്യമുള്ള കാശ് തരാന്ന് പറഞ്ഞെന്ന്. പക്ഷെ പുള്ളിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടീഷൻ എന്ത് കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ, കാശ് ഞാൻ തരാം, പക്ഷെ നിന്റെ കൂടെ ഞാനും വരും. ഈ കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവാൻ അതാണ് നല്ലത്. സമ്മതിച്ചു. രണ്ടാമത്തെ കണ്ടീഷൻ, ചെലവാകണ കാശിന്റെ ഇരട്ടി എനിക്ക് തിരിച്ചു തരേണ്ടി വരും, എന്റെ ചെലവ് ഉൾപ്പെടെ. അതും സമ്മതിച്ചു. അല്ലടാ എടാ, കൂടി വന്നാ 1-2 ലക്ഷം രൂപ ചെലവാകും. 4 ലക്ഷം തിരിച്ചു കൊടുക്കണം. 80 ലക്ഷം പോണക്കാട്ടി നല്ലല്ലേ? ആലോചിച്ച് സമയം കളയാനൊന്നുമില്ല, നീ ഉറപ്പിക്ക്. പറയടാ. നീയൊക്കെ ഒന്ന് രക്ഷപ്പെട്ടോട്ട് നീ സഹായിക്കാന്ന് വിചാരിച്ചപ്പാ നിനക്കൊക്കെ തള്ളിപ്പ്. എന്റെ പാട്ടി തരും കാശ്, ഞാൻ പോണാണ്. അല്ലല്ല, ഞങ്ങൾ സമ്മതിച്ച്. ചേട്ടാ, എനിക്കൊരു 10,000 രൂപ അഡ്വാൻസ് തന്നേ. ഐശ്വര്യമായിട്ട് കൊടുക്ക്. എല്ലാം ഞാൻ പറ്റില്ല എഴുതും. എഴുതിക്കോ. എഴുതിക്കോ. ഇപ്പൊ തന്നെ 20,000 രൂപയില്ലേ? ഇങ്ങനെ കാശുണ്ടാക്കാൻ പോണ ഒരു കള്ളൻ. ശരി, അഡ്വാൻസ് ഇവിടെയും ചെലവൊക്കെ ഇല്ലേ? ഇതിട്ടാണ് തുടങ്ങണത്. എന്തായി മുരളി, അവന്മാര് സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാണ്ട് ഞാൻ ആരാ മോൻ? പിന്നെ മുരളി, ആ ഇവര് പെട്ടെന്ന് ലോട്ടറി കൊണ്ടുവന്നാ അടുത്ത ഫ്ലൈറ്റിൽ കയറി മുരളി മോനമ്പത്തേക്ക് പോരേണ്ടി വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹൗസ്വാന്റെ കേസിൽ അകത്തും പോകും. ഇവരെ കയ്യിൽ നിന്ന് അധികം പലിശ വാങ്ങാനും പറ്റില്ല. അതുകൊണ്ട് മുരളി മാക്സിമം ലാഗ് ചെയ്യിപ്പിക്കണം. ഓക്കെ ജാക്സൺ. മുതലാളി, ഹൗസ്വാന്റെ ബോഡിയെ ആരുടെ? നമുക്ക് ഇയാളെ അറിയേ ഇല്ലല്ലേടാ ജാക്സ. എന്തോരം കോഴിയുണ്ടായ മനുഷ്യനാണ്. ഒരു ചിക്കൻ കാല് പോലും കൂടെ കൊണ്ടുപോകാൻ പറ്റിയ പുള്ളിക്ക്. ഒന്ന് മുണ്ടാണ്ടിരിക്കടാ. അതെ ചേട്ടാ, അത് പൊക്കോട്ടെ. ചേട്ടൻ വണ്ടി വിട്. എയർപോർട്ടിൽ എത്താൻ വൈകണ്ട. അത് ശരി. എല്ലാ ട്രാവൽസ് മുഴുവൻ തലങ്ങും വിലങ്ങും വിളിച്ചിട്ടാണ് ഈ ടിക്കറ്റ് കിട്ടിയത്. നീ ഫ്ലൈറ്റ് മിസ്സാക്കണ്ടേ? പീറ്ററെ, എടാ ലോട്ടറി അവനെ അടിച്ചുകൊണ്ട് പോയാന്നുള്ളത് അലക്സാണ്ടറേട്ടനോട് പറയണോ? എനിക്കെന്തോ പേടി പോലെ. നീ എന്ത് വർത്താനാണ് ഈ പറയണത്? ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്ന് പടി വതുക്കി നിൽക്കുമ്പോഴേ ഈ വർത്താനം പറയണത്. അയാൾക്ക് ഭ്രാന്താവൂട്ടാ. നിനക്ക് ആ ലോട്ടറി കൊണ്ട് നേപ്പാളിനെ കണ്ടുപിടിച്ചാ പോരെ? അതിനുള്ള വഴി ഞാൻ ഏറ്റി. ഉറപ്പാണ്? ഏറ്റാ. സോഫ്റ്റ് ആയിട്ട്. ജാക്സ, വണ്ടി വീട്ടിൽ കൊണ്ട് ഷെഡിൽ കൊണ്ടിട്ടേക്കണം. പിന്നെ അവിടെ വരെയുള്ള കിലോമീറ്റർ എത്രയാന്ന് വിളിച്ച് പറയണം. കണക്കിൽ എഴുതാനാ. അതുപോലെ ഞാൻ തിരിച്ചു വരുന്നവരെ വണ്ടിമേ തൊട്ട് പോരുത്. എവിടെയെങ്കിലും പോണെങ്കിൽ നടന്നു പോയാൽ മതി. സ്റ്റോപ്പ്. നിനക്കിരിക്കട്ടെ പൊന്നാടാ. എന്റെ മോന്ത കണ്ട നാട്ടുകാർ അപ്പ കടം ചോദിക്കും. അതാ തോർത്തിട്ടത്. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് കേട്ടടാ. വേറെന്ത് വിചാരിക്കാൻ? ओम मानी पद्मे हम, ओम मानी पद्मे हम, ओम मानी पद्मे हम, ओम मानी पद्मे हम, ओम मानी पद्मे हम. നേപ്പാൾ ടാസ്ക് 900 അപ്പൊ ഇരട്ടി 1500. आप इसे कहीं देखा है? देखो. പരിഞ്ഞപ്പാ, ദേ
ഇതാണ് തമേൽ. ठीक है हजूर. തമേൽ കാഠ്മണ്ഡുവിലെ പട്ടായ ആ സുഖവാസ കേന്ദ്രം. हाय गुड मॉर्निंग. ഭയങ്കരമായ പ്രലോഭനങ്ങൾ ഉണ്ടാവും, പക്ഷെ പരിഞ്ഞപ്പം വീഴരുത്. എന്റെ കാര്യം നോക്കണ്ട, ഞാൻ വീഴും. ഷോർട്ട് ആളെ കിട്ടിയടാ. ആരെ കിട്ടിയാന്ന്? അല്ലേട്ടാ, അവന്റെ വീട്ടിലേക്കുള്ള വഴിയേ. എന്താ വഴി അറിയാൻ പാടില്ലേ? വഴി അറിയാം, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ അവിടെ നമ്മുടെ KCB-കാരല്ലേ, അവര് കുഴി കുത്തിയിട്ടേക്കണേ. മുട്ടക്കുഴിയാണോ? KSB-ക്കാരാ? അപ്പൊ സമയം കുറെ എടുക്കും. പണിതോട്ടെ, സമയം എടുത്ത് നന്നായിട്ട് പണിതാ മതിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ലട്ടാ, നമുക്ക് വേറെ വഴി കണ്ടുപിടിക്കാം. എന്ത് വഴി? നീ ഇപ്പൊ എന്ത് ചെയ്യോടാ? പരിഞ്ഞപ്പാ, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു നേപ്പാളി ചായ കുടിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഫോളോ മീ. ചായ മാത്രമുള്ള കടി ഉണ്ടോ? ചിലപ്പോ കടിക്കേണ്ടി വരും. അത് എഴുതാനാണ്. അതൊക്കെ അവിടെ പോയിരുന്നിട്ട് എഴുതി, ഇത് പോക്കറ്റിലിട്ടെ. വാ. എവിടെ ഇത് എന്ത് വലിയ കടയടാ, നമുക്ക് വല്ല ചെറിയ കടയിൽ പോയപ്പോരെ. ശരിയാണല്ലോ. ഇവിടെ സാധാരണ മണിച്ചറിന്റെ ചായക്കടയിൽ പോയി 10 രൂപയുടെ ചായ കുടിച്ചു കഴിഞ്ഞാൽ പരിഞ്ഞപ്പന് വല്ല ലാഭം ഉണ്ടാ? 10 രൂപയുടെ ചായ കുടിച്ചാൽ 20 രൂപ കിട്ടും. അതേസമയം നമ്മൾ ഇവിടെ വന്ന് 200 രൂപയുടെ ക്യാപ്പിച്ചിന് കുടിച്ചു കഴിഞ്ഞാൽ പരിഞ്ഞപ്പന് 400 രൂപ കിട്ടൂലേ? അതും ശരിയാണല്ലോ. എന്റെ പൊന്നു പരിഞ്ഞപ്പ. പരിഞ്ഞപ്പാ, ഒന്ന് സൂക്ഷിച്ചിങ്ങോട്ട് നടക്ക്. പരിഞ്ഞപ്പന് ജീവൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ജീവിതമുള്ളൂ. അങ്ങനൊന്നും ഞാൻ വീഴൂലടാ. കമന്തുവിനെ കാപ്പണമെന്ന് കേട്ടിട്ടില്ലേ? അതാ അലക്സാണ്ടർ എനം. എടാ സോമ, വെള്ളം കുറച്ചൊരു 3 ചായ. അതെ, 3 ചായ. അങ്ങനെ हुन्छ कति चाहियो रे? മാപ്പ് നോക്കി പറയാം. ഏതാടാ മഹർഷി? ഞാൻ ഉള്ളപ്പോ നിങ്ങൾ പേടിക്കണ്ട. നമ്മളിപ്പോ ചായ കുടിക്കാൻ വന്ന സ്ഥലം കാഠ്മണ്ഡുവിൽ ഇവിടെ ഇട്ട് വരും. നീ ഒന്ന് മാപ്പ് മടക്കി വെച്ചടാ. വേറെന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. എന്താണ്ടാ? അല്ല, അങ്ങോട്ട് പോകാനുള്ള വഴിയേ. എടാ, അങ്ങോട്ട് പോകാനുള്ള വഴി KSB-ക്കാർ നന്നാക്കിക്കൊണ്ടിരിക്കണല്ലേ? അവര് നന്നാക്കി കഴിഞ്ഞിട്ട് പോയാ പോരെ? എന്തായാലും ലോട്ടറി അവിടെ ഉണ്ടല്ലോടാ. സാധനം അവിടെ ഉണ്ടല്ലോ, ആ, പക്ഷെ ലേറ്റ് ആവൂലേ? പരിഞ്ഞപ്പന്റെ ബിസിനസ് കിടക്കാറാവൂലേ? എന്റെ വിധി. ഞങ്ങൾക്ക് വേണ്ടി പരിഞ്ഞപ്പൻ എന്തിനാ ഈ നഷ്ടമൊക്കെ വരുത്തി വെക്കണത്? ഞങ്ങൾക്ക് കുറച്ച് കാശ് തന്നിട്ട് പരിഞ്ഞപ്പ പോയിക്കോ, ഞങ്ങൾ പുറകെ വന്നോളാം. അല്ലടാ? എനിക്ക് കുറച്ച് നഷ്ടമൊക്കെ വരും, എന്നാലും നിങ്ങളുടെ ഈ ഇടപാടുണ്ടല്ലോടാ, അത് ഞാൻ നികത്തിക്കോളാം. നീയൊക്കെ ഒന്ന് അറിഞ്ഞ് ചെലവാക്കിയാ മതി. ഈ കൂലിക്കും ഞങ്ങോട്ട് വേണം. ചേട്ടാ, ഒരു മിനിറ്റ്. ഇങ്ങ് വന്നെടാ. എടാ, അവനെ കണ്ടുപിടിക്കണ്ടേ? ഞാൻ നിന്നോട് ചോദിക്കാനിരിക്കണിരുന്നു, നമ്മ എവിടെ പോയി തപ്പോനാ? ഇതന്നെയല്ലേ? भाई यही वही कितना टाइम? 1 hour extra time extra cash. ഇതങ്ങനെ കൊടുത്തിന് എന്തിട്ട് നോക്കാനായിട്ടാണ്? എന്റെ പരിഞ്ഞപ്പ ഇത് വില പിടിപ്പുള്ള ടൈമാണ്, വെറുതെ വെള്ളമൊക്കെ തീർക്കരുത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചെല്ല്. എനിക്ക് പടമൊന്നും നോക്കണ്ട, എനിക്ക് പച്ച മതി. ഹായ്, पुराना आदमी है, ओल्ड पीस, कुछ नहीं मालूम, एक्सपीरियंस है. हाय. हाय. आपका नाम? शबीना. आपका नाम? एलिना. പോയില്ലേ? ആന്തോറ്റി നീങ്ങന്നേ. അതെ, ഞാൻ അവിടെ ചെന്ന് അവളോട് എന്ത് മുണ്ടും? എനിക്ക് ഭാഷ അറിയില്ലല്ലോ. സ്നേഹത്തിന് ഈ കാര്യത്തിൽ ഒറ്റ ഭാഷകൾ പറഞ്ഞപ്പ സംസ്കൃതം പോയങ്ങള്. ദേവടിക്കണ് ചെല്ലാൻ. ഞാൻ വല്ല 10 അടിക്കോട്ടാ. ഇയാളെന്ത് പറഞ്ഞപ്പോഴാണ്? ഹായ്. മലയാളിയാണല്ലേ? അതെ. എന്റെ അച്ഛൻ മലയാളി, അമ്മ നേപ്പാളി. ആണാ? കേരളത്തിൽ എവിടെയാണ് അച്ഛന്റെ വീട്? സ്ഥലം അറിയില്ല. എന്താ അച്ഛന്റെ പേര്? അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടൻ. പിന്നെ നീ വിളിച്ചാലോട്ട് വരാൻ കൂർക്കകൾ നിന്റെ അളിയന്മാരല്ലേ? അവനെ വിളിച്ചോട്ട് വാടാ. ശരിക്കും അതാണ് ഹായ് ഹജൂർ, സംശയം हुनुहुन्छ? അതെ, ഈ അപ്പുക്കുട്ടൻ ശരിക്കും എനിക്കറിയാം. എന്റെ ഒപ്പം നാട്ടിലേക്ക് വന്ന കുട്ടിയുടെ അച്ഛനെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വന്നോടാ. നീ ഇത് എവിടെ പോയി കിടക്കണായിരുന്നു? ഇവിടെ എന്താ പരിപാടി? എടാ, ഐറ്റം ഡാൻസ് പകുതിയായി കഴിഞ്ഞപ്പോ പരിഞ്ഞപ്പന് ചെറിയൊരു പരവേശം. എന്തിന്? ഈ പ്രായത്തിന്റെ പരാധീനതയൊക്കെ ഉള്ള ആളാണല്ലോ. മാത്രമല്ല, കള്ളി പൊളിഞ്ഞ പിന്നെ പുള്ളിക്ക് നമ്മളോട് ചെറിയൊരു ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പണിയെടുത്തി. പുള്ളിയുടെ മനസ്സിലേക്ക് ഞാനൊരു ആഗ്രഹത്തിന്റെ വിത്ത് വാങ്ങി. പുള്ളി അതോടെ വളപ്പിച്ചിട്ടിരിക്കുകയാണ്.
നമ്മളിവിടെ വന്നെന്തിനാണ്? എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ച് ലോട്ടറി ആയിട്ട് തിരിച്ചു പോകാനല്ലേ? ഇപ്പൊ തന്നെ 6 ദിവസം കഴിഞ്ഞ്, ഇനി ആകെ 24 ദിവസമുള്ളൂ. ഇന്ന് പകല് മുഴുവൻ തെണ്ടി കിടന്ന് അന്വേഷിച്ചല്ലേ, ഇനി രാത്രി എവിടെ പോയി അന്വേഷിക്കാനിട്ടാണ്? എടാ നീയല്ലേ പറഞ്ഞത് 30 മണിക്കൂർ കൊണ്ട് അവനെ കണ്ടുപിടിക്കുന്നു? ആ ഇതും അന്വേഷണത്തിനൊരു ഭാഗമല്ലേ? ഞാനിവിടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കട്ടെ. ഇപ്പൊ അപ്പുക്കുട്ടനെ വളക്കണ്ടല്ലേ, ഞാൻ അവളോട് ചോദിച്ചു നോക്കട്ടെ. എനിക്ക് പ്രാന്ത് പിടിക്കണ്ട്. പോയി പരിഞ്ഞപ്പനെ വിളിച്ചോടാ. പരിഞ്ഞപ്പനെ ഈ അവസ്ഥയിൽ വിളിച്ചാ ശാപം കിട്ടും. പോയി വിളിയടാ. എന്താടാ നേപ്പാളിൽ വന്നപ്പോ നിന്റെ സ്വഭാവമൊക്കെ മാറിയല്ലോ. നീ ഭയങ്കര പാവർന്നിട്ടാ. പോടാ. പരിഞ്ഞപ്പനെ ഞാൻ വിളിച്ചോളാം. പരിഞ്ഞപ്പാ, പരിഞ്ഞപ്പാ, ദേവി വിളിക്കണേ. പുറംകടലിൽ പോണൊരു ബോട്ടുണ്ട്, മോനമ്പം ഫ്രഷ് ഫിഷിൻ്റെ ഒരു കടയുണ്ട്, 3 മീൻതട്ടുണ്ട്, പച്ചാളം വടുതല കുണ്ടന്നൂര്, CC ഇല്ലാത്തൊരു കാറുണ്ട്, വീടുണ്ട്, ഒരു തോക്കുണ്ട്, വീട്ടിലൊരു പെണ്ണില്ല. ഞാൻ നിന്നെ കെട്ടട്ടെ? ഇതെനിക്ക് ശാപം കിട്ടുമെന്ന് തോന്നുന്നു. പരിഞ്ഞപ്പാ, പരിഞ്ഞപ്പാ, അവൻ സമ്മതിക്കല്ലേട്ടാ. ഇതെവിടെയാണ്, ഏത് റൂമിലാണ്? പരിഞ്ഞപ്പാ, പരിഞ്ഞപ്പാ, പരിഞ്ഞപ്പോയ്, പരിഞ്ഞപ്പോയ്. चल आजा। नहीं नहीं, अरे जाइए सर, अच्छा माल है। मैं शादीशुदा हूँ, मुझे एक बीवी है। तो क्या हुआ, देखिए ना कितना अच्छा माल है। चल जा, 2 बीवी है फिर भी साला। तुम्हारा नाम क्या है? बेबी। तो यहाँ क्यों आए हो? इसे ढूंढने आया था, वीर शर्पा। वीर सरपा? सरपा നീ വന്നേ. പരിഞ്ഞപ്പ ഞാൻ പറയണമെന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട, എനിക്ക് ജീവനുണ്ടെങ്കിൽ നിനക്കൊക്കെ ജീവിതമുള്ളതെന്ന് പറയട്ടെ. എന്റെ ജീവനാണ് അവളെ ഇട്ടിട്ട് പറയാൻ എനിക്ക് പറ്റൂല. നിന്റെ പരിചയമേണ് അവള്. പരിഞ്ഞമ്മേ, ആ, പരിഞ്ഞപ്പനെ സൈക്കോർത്താ നീ പറയണത്? ഞാൻ അവക്ക് ചട്ടുവളിക്ക് തൊട്ട് വാക്ക് കൊടുത്തു. നാശം കയ്യും പുള്ളി. ഏത് ഭാഷയില്? സ്നേഹത്തിന്റെ ഭാഷയില്. ഇങ്ങ വന്നേ, കളിക്കണ വന്നേ. എടാ അവള്, എടാ എന്റെ പെണ്ണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു അമ്മാനെ കെട്ടിച്ചേരാ. പ്ലീസ്, കാല് പിടിക്കാം. എന്നെ കണ്ടുപിടിക്കരുത്, please. എനിക്ക് മതി. धन्यवाद। टेंशन मत लो। ഇതിനിടയ്ക്ക് ഇവനാരെ വളച്ചോണ്ടിരിക്കണ. അവന് നിനക്കൊക്കെ എന്തോ ആകാല. എന്റെ പെണ്ണ് അവിടെ. ठीक है मैं चलती हूँ। എന്താ സംഭവം? നീങ്ങ വന്നേ, എടാ, baby. ഒരു സംഭവം ഉണ്ട്. അതിനെക്കാട്ടി വലിയ സംഭവം ഉണ്ട്. പരിഞ്ഞപ്പന്റെ മനസ്സമ്മം കഴിഞ്ഞ് കല്യാണം വിളിക്കാൻ നടക്കണേ. നല്ല പെണ്ണാടാ. എന്റെ ആർത്തികാരനുണ്ടല്ലോ, നമ്മളുണ്ടല്ലോ ഗൂർക്കകളുടെ ഇടി കൊണ്ട് നാട്ടിൽ പോയിട്ട് സെക്യൂരിറ്റി പണികളും എടുക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. വന്നേ. എടാ അതല്ല, ഒരു കാര്യം ഉണ്ടെന്ന്. എന്ത് കാര്യം ഉണ്ടെങ്കിലും പിന്നെ പറയും. വന്നേ. പറഞ്ഞേക്ക്. എടാ, എന്നെ പറഞ്ഞപ്പോ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. ചില ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാണ്. എന്ത് കാ- പരിഞ്ഞപ്പനാണ് ഞാൻ നോക്കൂലട്ടാ. എന്റെ മൈനയാണ് അവള്. പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയും മൈന, പരിഞ്ഞപ്പ. എന്ത് കാണിക്കണത്? മൈന, ഞാൻ വരും മൈന, നിന്നെ കൊണ്ടുപോവാൻ. അതെ, ഞാൻ ഇപ്പൊ പറഞ്ഞ ഹിന്ദിയിൽ എന്തെന്നാ? मैं आऊंगा तुझे ले जाऊंगा। മൈന, मैं आऊंगा, तुझे ले जाऊंगा. അമ്മയാണ് സത്യം എന്നുള്ളതിനാ. माँ कसम, माँ कसम। മൈന, മാ കസം, മൈന, മാ കസം. നീ ഇനി ഇവിടെ നിന്ന് ഹിന്ദി പറഞ്ഞു കൊടുക്കാൻ ഇടികൊണ്ട് തൂറൂട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ले जाऊंगा, तुझे जाऊंगा. എന്റെ മൈന. അതിനല്ല ആടത്താ. മൈന, मैं जाऊंगा, तू ले जा. നല്ല സമയത്ത് പെണ്ണും കെട്ടൂല മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. माँ की कसम मൈന, माँ की कसम. मैं ले जाऊंगा. പരിഞ്ഞപ്പോ ഇങ്ങട് വന്ന്. ഇതൊക്കെ ഭ്രാന്താണോ പണ്ടാരം? എടാ പോടാ അവിടുന്ന്. നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഞാൻ പള്ളിക്കുടത്തിൽ പോയിട്ടില്ല, ഞാനൊരു പഴഞ്ചനാണെന്നൊക്കെ. എന്നാലും അവളെ എനിക്ക് ഇഷ്ടമായിരുന്നടാ, ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇങ്ങട് വാ പരിഞ്ഞപ്പാ. ഓളാ മാറി. ഇപ്പൊ ദൂരെ നാട്ടിൽ ചെന്നിട്ട് എത്രയും എടുത്ത് കെട്ടിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ എടാ, ഒരുപാട് ഇഷ്ടമായിരുന്നു. വേറൊരു കാര്യം കേട്ടാ. ഐറ്റം ഡാൻസും പ്രേമും ഈ അളിയന്റെ അടിയും ഇപ്പഴാണ് ട്രിപ്പായത്. ഇനി ഒരു ഇടിയും കൂടി ഉണ്ട്. അല്ല വേണ്ട, ഇടി വേണ്ട. ഇടി ഉണ്ടെങ്കിൽ നമുക്ക് 2 കൂടി ഇടിയിട്ടു. എടാ നാട്ടിൽ നിന്ന് ബോംബ് പോലീസൊക്കെ കാശെടുത്ത് ഇവിടം വരെ വന്നതേ വിളയാടാനല്ല, ഇതൊരു അന്വേഷണമാണ്, മനസ്സിലായ? അവിടെ കണ്ട ആ പെണ്ണില്ലേ, എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാതിരിക്കണിരുന്നു. എന്താ അവളുടെ പേര്? അവൻ എവിടെ ഉണ്ടാവുന്നുള്ള എൻ്റെ ഒരു സൂചന എന്ന്. എവിടെ ഉണ്ടവൻ? പറ.
വീർ ഷെർപ്പ. ഇവനൊരു ഷെർപ്പയാണ്. ഷേർപ്പേ? ഷെർപ്പ എന്ന് പറഞ്ഞൊരു ഗോത്രമാണ്. ഈ ഷേർപ്പ എന്ന് പറഞ്ഞ അവന്റെ അപ്പന്റെ പേരല്ല? ഷേർപ്പ നായരല്ലേ? എടാ നമ്മൾ അവന് ഇവിടെ തെരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ? നേപ്പാളിന്റെ കിഴക്ക് സോലുകുമ്പു കുന്നുകളിൽ താമസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ഷെർപ്പകള്. അവിടെ കുറെ ഗ്രാമങ്ങളുണ്ട്. അവന്റെ വീട് അവിടെയാകാനാണ് സാധ്യത എന്നാണ് ആ പെണ്ണ് പറഞ്ഞത്. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കണായിരുന്നു. നമ്മൾ കാഠ്മണ്ഡുവിലെ കാഴ്ച കണ്ട് മടുത്തില്ലേ? ഇനി നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. ഫ്രഷ് സ്ഥലം പോവാം. ഫ്രഷ്. ഒരു ഒറ്റടിയാൻ അടിക്കൂട്ട. പരിഞ്ഞപ്പ വാള് വെച്ച് പരിഞ്ഞപ്പ. ഇയാള് എന്തോ നീ കാണിക്കുന്നത്? എന്റെ പരിഞ്ഞപ്പ കാശ് കൊടുത്ത് മേടിച്ചിട്ട് തുപ്പിക്കളനാണ്. എന്തു പറ്റിയേട്ടാ? ഡാ, എന്നാലും എന്റെ അമ്മേനെ അവിടെ അത് വിട്ടില്ലേ? വിടാനാ? എടാ നാറി, നീയൊക്കെ ജീവിതത്തിൽ സ്നേഹം വാരിക്കോരി തിന്നിട്ടുണ്ടാവും. പക്ഷെ ഒരു ഇത്തിരി സ്നേഹത്തിന് വേണ്ടി വെച്ച് നടക്കുന്നതാടാ ഞാൻ. എന്തൊരു സാഹിത്യമാണ്. സാഹിത്യമൊക്കെ വരുവാടാ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്രയും സുന്ദരി പെണ്ണെ കാണുന്നത്. അതും തൊട്ടടുത്ത്. അവളെ കണ്ടപ്പ എന്റെ ഉള്ളില് ചാളക്കറി ചട്ടിയിലിരുന്ന് വെട്ടി തിളക്കണ പോലായിരുന്നടാ. കൊടമ്പുളിട്ട് വെച്ചാണോ? ചേട്ടൻ ഇത് എന്തറിഞ്ഞിട്ടാണ്? അവൾ ആരാണെന്നറിയോ? അവളുടെ ഫ്ലാഷ് ബാക്ക് എന്താണെന്നറിയോ? നിനക്കൊക്കെ ഞാൻ ആരെന്നറിയാമോ? എന്റെ ഫ്ലാഷ് ബാക്ക് എന്താണെന്നറിയാമോ? അതൊരു കഥയാണ്. അല്ല പോണേണ പറഞ്ഞിട്ട് പോയാ മതി. കാശ് എത്ര കയ്യിലുണ്ടെങ്കിലും ഈ ഞാനൊക്കെ എത്ര സെന്റ് അടിച്ചാലും എന്റെ ഒന്നും മേത്ത മീന്റെ മണം മാറൂലടാ. നിനക്കറിയാമോ, ഇത്രയും പൈസയായിട്ട് ഞാൻ പെണ്ണ് കെട്ടാഞ്ഞിട്ടല്ല, എനിക്ക് പെണ്ണ് കിട്ടാഞ്ഞിട്ടാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അവള് നല്ല പെണ്ണാണ്. അവളുടെ മുറിൽ ആദ്യം കയറുന്ന ആണ് ഞാനാണ്. ഈ നശിച്ച സ്ഥലത്ത് വന്ന് പെട്ടുപോയാ മിണ്ടാപ്രാണി. അതുകൊണ്ടാണ് എനിക്ക് അവളോട് പ്രേമം തോന്നിയത്, കെട്ടാൻ തോന്നിയത്. അതൊക്കെയാണ് നീയൊക്കെ ഇത്രയും വലിയ ദുരന്തോത്തര പ്രൊപ്പറേറ്ററാണ് പരിഞ്ഞപ്പറന്ന് എനിക്കറിയാമോ? എടാ നീയൊക്കെ നോക്കിക്കോ, ഞാൻ അവളെ ഇവിടുന്ന് കൊണ്ടുപോകും. എന്റെ ജീവൻ കൊടുത്തിട്ടായാലും കൊണ്ടുപോകും. ചേട്ടാ, അതെ, ഈ ലോട്ടറി കേസും തീർന്നോട്ടെ, ഞങ്ങളുണ്ട് കൂടെ. പലിശക്കാരനായിട്ടല്ല, സ്വന്തം പരിഞ്ഞപ്പനായിട്ട്. അതെ, പരിഞ്ഞപ്പന്റെ മനസ്സമ്മതവും കല്യാണവും സേവ് ദ ഡേറ്റും ഒക്കെ ഞങ്ങൾ നടത്തും. ഉറപ്പായിട്ടും കട്ടൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. വാ. പരിഞ്ഞപ്പ, ഇതാണ് സോലു കുമ്പ് എന്ന് പറഞ്ഞ സ്ഥലം. അവനിവിടെ ഉണ്ടായാ മതിയായിരുന്നു. എടാ, അവൻ ആ ലോട്ടറി മോഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണെന്ന് ഇവിടെയുള്ള ആൾക്കാർ അറിയണ്ടട്ടാ. എന്താ? അല്ല, നമ്മളിനി ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ അവൻ ഇവിടുന്ന് മുങ്ങും. അവനെങ്ങോട്ട് പോരാട്ടാണ്? നമ്മളവനെ ചേസ് ചെയ്യും. നീ ഒന്ന് വെറുതെ ഇരി. എടാ മരവള്ളി, 30-ാം തീയതിക്കുള്ളിൽ ആ ലോട്ടറി കിട്ടണം. ഇല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞാൽ ലോട്ടറി സ്മാരകം ആക്കാനേ പറ്റുള്ളൂ. ഓ, ശരിയാണല്ലോ. വരുന്നുണ്ട്, അവരോട് ചോദിച്ചാലോ? भैया 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 एक मिनट भैया, हम लोग कुछ दूर से आ रहा है. आप इसे पहचानते हो? ഇവനെന്താ നമ്മളിങ്ങനെ നോക്കണം? ചലോ. ഇവനെങ്ങാടാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത്? കൊട്ടകാലിയല്ല, പിന്നെന്താ എത്ര കനം? അവനെ കണ്ട ആദ്യത്തെ ചവിട്ട് ഞാൻ തന്നെ ചവിട്ടും. ചോര തുപ്പിയതിന് ശേഷം നീ കേട്ടാ. പറഞ്ഞപ്പ അങ്ങനെ പറയരുത്. അവൻ കാരണമാണ് എന്റെ ആഗ്രഹമൊക്കെ സാധിച്ചത്. അവൻ മുത്താണ്, മുത്ത്. നീ മിണ്ടിപ്പോരുത്, ഞാനൊന്നും പറയല്ല. എന്തായാലും ഷേർപ്പട നാട്ടിലെത്തിയല്ല. കാക്കാ കാക്കേ? കാക്കാ क्यों मसूरी? वीर ले ना करे. वीर को धन्यवाद भैया. नमस्ते. നമസ്തേ. नमस्ते. मैं वीर के चाचा हूँ. आप लोग किधर से? हम लोग बहुत दूर से, केरला से. वीर मेरे दुकान में काम किया था. हम लोग ऐसे ही घूमने चला तो सोचा कि वीर को भी देख लो. आप लोग? വീര് ഞങ്ങളൊക്കെ കമ്പനിക്കാരാണ്, ഫ്രണ്ട്സ്, ദോസ്ത്. हाँ, आओ घर जाएंगे. आइए आइए. ആടാ, അവനോട് ഉണ്ടാവും അല്ലേ? അല്ലാതെ अरे आप लोग इतना दूर आ गया, रास्ता बहुत खराब है. नमस्ते ताजू बाजू. आशीर्वाद बाबू, आशीर्वाद. బాబు ఆశీర్వాద్. वीर को साथ और रईसा इंडिया बाटा को रईसा. वीर का എടാ, നമുക്ക് ചാച്ചനോട് സത്യം മുഴുവൻ പറഞ്ഞാലോ? ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. അതെ, സത്യം പറയാനായിട്ടേ, അത് എന്റെ ചാച്ചനല്ല, ആ കള്ളന്റെ ചാച്ചനാ. ഇവൻ ഏതെട്ടാം മരുന്നാളുണ്ടായവനാണ്. അതെ, അവൻ എന്നെ കാണുമ്പോൾ മിക്കവാറും മുങ്ങിക്കളയാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും പിടിച്ചോളണോട്ടാ. കാശ് തരാനുള്ളവന്മാരെ പിടിക്കാൻ ഞങ്ങൾ മുനമ്പത്തെ പലിശക്കാരെടുക്കുന്ന ഒരു ഐഡിയ ഉണ്ട്. മുമ്പിലത്തെ വാലിൽ ചെന്ന് മുട്ടിയിട്ട് പുറകെ പോയി നിൽക്കും. പക്ഷെ ആദ്യമൊക്കെ അത് ഏറ്റു, പിന്നെ അവന്മാർ പഠിച്ചു. പിന്നെ മുമ്പിലത്തെ വാതിൽ ചെന്ന് മുട്ടിയിട്ട് ഞങ്ങൾ പുറകെ ചെല്ലുമ്പോൾ അവന്മാർ മുമ്പിലത്തെ വാതിൽ കൂടെ ഇറങ്ങിപ്പോവും. ശരിക്കണ്ടടാ, മുനമ്പത്ത് മാത്രമേ അത് പൊളിഞ്ഞിട്ടുള്ളൂ.
ആ ഐഡിയ ഒന്നും ഇവിടം വരെ എത്തിയിട്ടുണ്ടാവൂല. ആ അത് ശരിയാ, നമ്മൾ തന്നെ ഇവിടെ എത്താൻ തോറും പാടുപെട്ടു. പിന്നെയാണ് ഐഡിയ, പരിഞ്ഞപ്പൻ്റെ ഒരു ഐഡിയ. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറ്റം പറയില്ല. चाचा और दूर है आओ ना, थोड़ी दूर है. ये है हमारा गांव. എങ്ങടാ പോണത്? ये सब वीर का घर. അവന്റെ വീടെത്തിന്നതേ ഈ കണ്ണാണ് അവന്റെ വീട്. बाबूजू, ए बाबूजू. वीर की माँ है, वीर की माँ. उहारसन काम करना गुदी और वीर संगा इंडिया में. नमस्ते वीर को सत्यारो. നമസ്തേ. बेतरानो. आई सब चलो. नमस्ते. आई എന്താടാ എന്താ കുടുംബത്തിന്റെ പ്രാർത്ഥന? ഇതെന്താണ്ടാ ജനലിൽ കൂടാണ് കയറുന്നത്? എന്റെ പൊക്കത്തിൽ ഇത് आई सब आई. നീ മുമ്പിലെല്ലാം അമേരിക്കോടാ. എനിക്കറിഞ്ഞൂടാ. आराम कीजिए सर. हाँ आराम कीजिए. പീറ്ററേ, അവനെവിടെ എങ്ങും കണ്ടില്ലടാ. ഏടാ അവൻ? നോക്കി. ये फोटो एवर्स बेस कैंप की है. ये बीर के पिताजी और है जॉन हार्पर. हार्पर बिजनेस कॉरपोरेशन का मालिक है. इंग्लैंड की करोड़पतियों में एक है. ये फोटो तब की है जब हम एवरेस्ट चढ़ने गए थे. എവറസ്റ്റാ? हाँ एवरेस्ट हमारी सागर माता पृथ्वी की सबसे ऊंची पर्वत. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, 30,000 അടി ഉയരം, മരണം പതിയിരിക്കുന്ന പാതകൾ. ഞങ്ങൾ ഷെർപ്പകൾ എവറസ്റ്റിലേക്കുള്ള അപകടം നിറഞ്ഞ യാത്രകളിൽ പർവ്വതാരോഹകരെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ഈ ഗ്രാമത്തിലെ ഓരോ ഷെർപ്പയും ജനിച്ച് കൺ തുറക്കുന്നത് എവറസ്റ്റിലേക്കാണ്. മറ്റുള്ളവർക്ക് കീഴടക്കേണ്ട ശത്രുവാണെങ്കിലും ഞങ്ങൾക്ക് ആരാധിക്കേണ്ട അമ്മയാണ് എവറസ്റ്റ്, ഞങ്ങളുടെ സാഗർ മാത. അങ്ങോട്ടുള്ള യാത്രയിൽ സ്വന്തം ജീവൻ പോലും മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്നവരാണ് ഞങ്ങൾ. ऐसा है हमारा जिंदगी. वो तो मैं समझ गया चाचा, मगर वीर कहाँ है? अभी तक देखा नहीं. वो एवरेस्ट चढ़ने गया है. എവറസ്റ്റിലാ? എന്താണ്ടാ? അവൻ എവറസ്റ്റിൽ പോയിന്നു. അവനും പോയാ? वो कब वापस आएगा? वापस आने के समय पहले पता करके जाने वाला एक साधारण यात्रा नहीं है एवरेस्ट की यात्रा. हफ्ते और महीनों भी लग सकती है. कुछ लोग एक दिनों में भी यात्रा करते हैं और कुछ लोग कभी नहीं लौटते. അപ്പൊ ഈ ലോട്ടറി കിട്ടുന്ന കാര്യം കഷ്ടത്തിലായിട്ടാ. അപ്പൊ എന്റെ കാശാ രണ്ടെണ്ണത്തിനെ വെച്ചേക്കൂല ഞാൻ. അത് കമ്മീഷൻ കിട്ടുമ്പോ തരാന്ന് പറഞ്ഞിട്ടില്ലേ? പരിഞ്ഞപ്പാ, എന്താണ് ഇപ്പൊ ആലോചിക്കണത്? നമ്മക്കും പോയാലാ? ആ, കുറച്ച് കഷ്ടപ്പാടാണ്, ചില്ലറ കയറ്റൊന്നുമല്ല കേട്ടാ. പക്ഷെ ഇവന് വേണ്ടിയല്ലേ നമുക്ക് പോവാൻ പരിഞ്ഞപ്പാ. എങ്ങാട്? എവറസ്റ്റിലേക്ക്. എവറസ്റ്റാ? ഞാൻ കുടുംബത്തിൽ പോണ കാര്യമാണ് പറഞ്ഞേ. ആ ഏലക്കണ്ണി ഇവനെയൊക്കെ ഏത് നേരത്താണ്? നീ എന്താ കൊണ്ടാണ്ടിരിക്കണേ? നമുക്ക് തിരിച്ചു പോവാം. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നു കഴിഞ്ഞപ്പോൾ അവനെ കൈ കിട്ടിയെന്ന് വിചാരിച്ചു. പക്ഷെ അവനൊരിക്കലും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരത്തിലായി പോയല്ലോ ഏട്ടാ. എന്താണ്ട്?
പ്രക്ഷോഭം ഒന്നിനൊരു പരിഹാരമല്ല. പ്രത്യാശ വേണം, പ്രത്യാശ. നമുക്കൊരു അവസാന ശ്രമം കൂടി നടത്താന്ന്. എന്തായാലും അവൻ എവറസ്റ്റ് കയറാൻ പോയപ്പോൾ ലോട്ടറി ടിക്കറ്റും കൊണ്ട് പോയിട്ടുണ്ടാവില്ല. അത് അവൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും കാണും. നമ്മളൊന്നി ഒന്ന് റെയ്ഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമെന്നേ എനിക്ക് ഉറപ്പുണ്ട്. नहीं നിങ്ങളുടെ മരുമോൻ കള്ളനാണ്, ചോർ. नहीं ഇല്ല, അവൻ അങ്ങനെ ചെയ്യില്ല. 2 പ്രാവശ്യം എവറസ്റ്റ് കയറിയ ഷെർപ്പയാണവൻ. 7 പ്രാവശ്യം എവറസ്റ്റ് കീഴടക്കിയ ലക്പ ഷെർപ്പയുടെ മകൻ. जॉन हार्पर पहली बार यहाँ आया था. ജോൺ ഹാർപ്പർ ആദ്യമായി എവറസ്റ്റ് കീഴടക്കാൻ വന്നപ്പോൾ സഹായത്തിനായി സമീപിച്ചത് വീറിന്റെ അച്ഛനെയായിരുന്നു. 65 വയസ്സുള്ള ഹാർപ്പറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എവറസ്റ്റ് കീഴടക്കുക എന്നത്. വീറിന്റെ അച്ഛനോടൊപ്പം കഠിനമായ ആ ദൗത്യത്തിൽ ഞാനും വീറും ഒപ്പം കൂടി. ഏകദേശം പകുതിയോളം വലിയ തടസ്സങ്ങളില്ലാതെ തന്നെ ഞങ്ങൾ കയറി. പെട്ടെന്ന് കാലാവസ്ഥ മാറി. ശക്തമായ ശീതക്കാറ്റിൽ മഞ്ഞിടിഞ്ഞു. ഞങ്ങൾ അപകടത്തിൽപ്പെട്ടു. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ. രക്ഷാപ്രവർത്തകർക്ക് ഞങ്ങളെ 3 പേരെ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. വീറിന്റെ അച്ഛൻ, സ്വന്തം അച്ഛൻ മരണത്തിന്റെ ആഴങ്ങളിലേക്ക് വീണ് മറയുന്നത് നിസ്സഹായനായി കണ്ടു നിൽക്കേണ്ടി വന്നവനാണ് വീർ. ആ അപകടത്തിൽ നഷ്ടപ്പെട്ടതാണ് എൻ്റെ ഈ കൈ. वीर की पापा की मौत के बाद നഷ്ടപ്പെട്ട അച്ഛനു പകരം ജോൺ ഹാർപ്പർ വെച്ച് നീട്ടിയ സൗഭാഗ്യങ്ങൾ വേണ്ടെന്ന് വെച്ചവനാണ് അവൻ. അവനത് ചെയ്യില്ല. അവൻ ഒരിക്കലും മോഷ്ടിക്കില്ല. वो ऐसा लड़का है, चोरी नहीं कर सकता, नहीं कर सकता. എവറസ്റ്റിൽ മരിക്കുന്നവരുടെ ശരീരം തിരിച്ചു കൊണ്ടുവരുന്നത് അത്ര എളുപ്പമല്ല. 100ഓളം മൃതശരീരങ്ങൾ ഇന്നും അവിടെയുണ്ട്. വീർ ഷെർപ്പയുടെ അച്ഛൻ്റെ ശരീരവും. അച്ഛൻ മരിച്ചതോടെ വീർ ഷെർപ്പയുടെ അമ്മ ആകെ തകർന്നു. അവൻ അവരുടെ ഒരേ ഒരു മകനാണ്. അവൻ ഇനി ഒരിക്കലും എവറസ്റ്റ് കയറാൻ വിടില്ല എന്ന് അവർ തീരുമാനിച്ചു. അവനോട് ഇവിടം വിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങളുടെ അടുത്തെത്തി. അവിടെ അവൻ സന്തോഷവാനായിരുന്നു. आप लोगों के पास पहुंचा और बहुत खुश थे. तो उसने चोरी नहीं किया तो फिर क्यों वहां से भागा? ലക്ഷ്യം പൂർത്തിയാക്കാതെ മടങ്ങിപ്പോയ ജോൺ ഹാർപ്പർ വീണ്ടും വന്നു. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാൻ വീറിന്റെ നമ്പർ ജോൺ ഹാർപ്പറിന് കൈമാറി. Alright, thank you. ജീവൻ പണയം വെച്ച് എവറസ്റ്റ് കയറുന്നവരെ സഹായിക്കുന്നവരാണ് ഞങ്ങൾ ഷെർപ്പകൾ. വീർ മോഷ്ടിക്കുമെന്നോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. സത്യം അറിയുന്നതുവരെ നിങ്ങളിവിടെ നിൽക്കണം, ഞങ്ങളുടെ അതിഥികളായി. आइए. चाचा കള്ളനാണെങ്കിൽ അവനൊരു കഥയുള്ളവനായിരുന്നു കേട്ടാ. ഒരു കഥയാ 3-4 കഥ, അത് പല ഭാഷയിലും. ഒന്നും എനിക്ക് മനസ്സിലാവാത്തത്. ആ ഗൂർക്ക ഭരണമായിട്ട് നീ ഇവിടെ നിൽക്കാൻ പോണേടാ. ചേട്ടാ ലോട്ടറി സബ്മിറ്റ് ചെയ്യാൻ കുറച്ച് ദിവസമുള്ളൂ. അതിനിടയിൽ അവൻ വരൂല്ലോ എന്ന് കൂടി നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോട്ടറി കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ അവനെ കണ്ടിട്ട് ഈ സ്വരൂപം വിടും. ഓ, 5ന്റെ പൈസ കയ്യിലില്ല, എന്നാലും 10,000 ഒരു കുറവില്ല. അവൻ വരുന്നവരേക്ക് എങ്ങനെ ഞണ്ണം? എന്റെ പരിഞ്ഞപ്പ, നമ്മളിപ്പോ അവരുടെ അതിഥികളാണ്. അവര് നോക്കിക്കോളും. പരിഞ്ഞപ്പം മുടക്കേണ്ട കാശൊന്നും. എടി, എന്തായാലും ഞാൻ അവനെ കണ്ടിട്ട് തിരിച്ചു വരുന്നുള്ളൂ, ഉറപ്പാണ്. നീ ടെൻഷൻ അടിക്കണ്ട. ഇവിടെ വന്നിട്ട് 2 ആഴ്ചയായി. ഒടുക്കത്തെ തണുപ്പ് കാരണം മര്യാദയ്ക്ക് ഒന്ന് കുളിക്കാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഡെയിലി കുളിച്ചപ്പിട്ട് പല്ലിയ ചടക്കണല്ല. എടാ, നീ അവനോട് ഒന്ന് പറയടാ, കുടുംബത്ത് പോവാന്ന്.
എനിക്കാണ് ഇപ്പൊ വരുമാനം ഇല്ലാണ്ടായി. എന്താ ഇവിടെ ഇപ്പൊ ചെലവൊന്നും ഇല്ലല്ലോ, ചെലവൊക്കെ അവന്റെ വീട്ടിൽ നിന്നല്ലേ. നീയൊക്കെ ചെലവാക്കിയല്ലേ എനിക്ക് വരവുണ്ടാവൂ. ഒരു കാര്യം ചെയ്യ്, പരിഞ്ഞപ്പനി ചെലവാക്കാൻ വേണ്ടി ഡെയിലി കുറെ പടക്കം മേടിച്ച് അങ്ങ് പിടിച്ചാലോ. പടക്കം ഈ തണുപ്പത്താ ആറ്റമ്പ് പൊട്ടൂല, പിന്നെയാണ് പടക്കം. എന്നടാ ജാൻസി എന്ത് പറഞ്ഞടാ? ലോട്ടറി പോയത് നേപ്പാളിൽ നമ്മൾ വന്നതൊക്കെ നാട്ടുകാർ മൊത്തം അറിഞ്ഞു. ഇനി ലോട്ടറി ഇല്ലാണ്ട് തിരിച്ചു പോയ നാണക്കേടാ. ഞാൻ എന്തായാലും അവളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവനെ കണ്ടിട്ട് എന്തായാലും തിരിച്ചു വരുള്ളൂ. ഇനി അവൻ ഒരിക്കലും വന്നില്ലെങ്കിൽ നമ്മ എന്ത് ചെയ്യും? ബേബി മോനെ, അതെ പോയത് പോയി, അത് നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാ മതി. ഈ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നിന്റെ ലോട്ടറിയുടെ കമ്മീഷൻ കാശ് എന്ന് കിട്ടും. പരിഞ്ഞപ്പാ വലയെ കയറിയ മീനെ പിന്നെ ചൂട്ടിട്ട് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് ഇഷ്ടപ്പെടൂല, കാശ് എന്റെ ആണല്ല. ഈ കാശ് എന്ന് പറഞ്ഞ എന്തൊരു നാളെ പരിഞ്ഞപ്പനി പറയണത്. എന്തൊരു ആക്രാന്തം പരിഞ്ഞപ്പാ. എടാ ആക്രാന്തം കാണിച്ച് വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കിയത് അലക്സാണ്ടർ ഈ കാശ്, നിനക്കറിയാമോ? അതെ, ഇങ്ങനെയൊക്കെ വെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യാനായിട്ടാണ്? ആകെ കൂടിയുള്ള അനന്തരാവകാശി ഞാനാണ്, എനിക്ക് വേണ്ട. പിന്നെ കുഴിയിലോട്ട് പോകുമ്പോൾ പരിഞ്ഞപ്പം കൊണ്ടുപോകും. ഇതുപോലെ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചൊരു അലക്സാണ്ടർ ഉണ്ട്, കേട്ടണ്ടാ? പലിശക്കാരനാണ്, രാജാവായിരുന്നു അലക്സാണ്ടർ ദി ഗ്രേറ്റ്. കുടുംബ യൂണിറ്റിന്റെ വാർഷികത്തിന് ഞാൻ കളിച്ചിരുന്ന നാടകം മെയിൻ നടൻ ഞാനായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കി. അവസാനം അയാൾ മരിച്ച് ബോഡി കൊണ്ടുപോയപ്പോഴേ 2 കൈ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടേക്കണായിരുന്നു. അതിന്റെ 2 കൈയും പുറത്തേക്ക് ഇട്ടേക്കണം. എത്രയൊക്കെ കാശുണ്ടാക്കിയാലും ഈ ഭൂമിയിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാണിക്കാൻ. ചരിത്രമാണ് ചരിത്രം. പോകുമ്പോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞപ്പാ. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഉപയോഗിക്കാനും കൂടി പഠിക്കണം. അല്ലാണ്ട് കുറെ ഇരുന്ന് തിന്ന് തൂറിയിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ ചേട്ടാ, ഈ ലോകത്ത് ഒരുപാട് സന്തോഷവും സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കുറച്ചെങ്കിലും അനുഭവിക്കണം. എനിക്കുണ്ട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. അതിനുവേണ്ടി ഈ ഓട്ടം മുഴുവൻ ഞാൻ നടത്തിയത്. തോറ്റാലും വേണ്ടൂല, അത് ഞാൻ പൂർത്തിയാക്കും. ഞാൻ കൂടെ കാശും കെട്ടി പിടിച്ചിട്ടിരുന്നു, കൊള്ള പലിശക്കാരൻ.